രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാറുണ്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന്. ചിലർക്കാണെങ്കിൽ സാമർത്ഥ്യം നല്ലതാണ്, അതിസാമർത്ഥ്യം ചിലർക്ക് കൂടിപ്പോകും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ്, അതായത് അമ്മ സംഘടനയുമായിട്ട്, അതായത് ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും, അതായത് അമ്മ സംഘടനയുടെ ഭാരവാഹികൾക്ക് ഇതിൽ നിന്ന് ഒഴിയേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്, രാജിവെച്ച് ഒഴിയേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഈ അടുത്ത ഒരു സമിതി വരികയാണെങ്കിൽ, അത് അടുത്ത പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ട്രഷറർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ വരുന്ന സമയത്ത് ആരാവണം പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ധർമ്മജനോട് ആരോ ചോദിച്ചു. വ്യത്യസ്തമായിട്ടുള്ള പല പല പേരുകൾ നമ്മൾ അതിനിടയ്ക്ക് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധർമ്മജനോട് ചോദിച്ചു, പൃഥ്വിരാജ് അടുത്ത ഒരു അമ്മ സംഘടനയുടെ പ്രസിഡന്റായിട്ട് വരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പം അതിന് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ധർമ്മജൻ മറുപടി പറഞ്ഞു. പകരം ധർമ്മജൻ അവിടെ ഉയർത്തിക്കാട്ടിയ പേരെന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബന്റെ പേരാണ്. അത് ധർമ്മജൻ മറുപടി, ചില സമയത്ത് ധർമ്മജൻ പറയുന്ന മറുപടി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. പക്ഷെ അവിടെ കുഞ്ചാക്കോ ബോബനെ പോലെ കുറച്ച് പക്വതയുള്ള, കുറച്ച് മുതിർന്നതെന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള കാര്യഗൗരവമുള്ള ഒരാളുടെ പേര് തന്നെയാണ് ധർമ്മജൻ അവിടെ ഉയർത്തിക്കാട്ടിയത്. പൃഥ്വിരാജ് ആവുന്നതിനെക്കുറിച്ചുള്ള അത് താല്പര്യമില്ലായ്മയും അതോടൊപ്പം കുഞ്ചാക്കോവിന് വേണ്ടിയിട്ട് ധർമ്മജൻ പറയുകയും ചെയ്ത് ആ ചർച്ച അവിടെ അവസാനിച്ച്. പിന്നീട് എനിക്ക് തോന്നുന്നത് ഇത് വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളും ഇതിനിടയ്ക്ക് വന്നത്. എനിക്കൊന്ന് പ്രധാനമായിട്ട് ഉയർന്നു കേട്ട പേര് ആ സമയത്ത് കുഞ്ചാക്കോവൻ്റെയും പൃഥ്വിരാജിൻ്റെയും പേരുകളായിരുന്നു. അടുത്ത അമ്മ സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതാരാവണമെന്നുള്ള ഒരു രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഉയർന്നു കേട്ട രണ്ട് പേരുകൾ ഇവരുടെ രണ്ടുപേരുടെ ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴോ മല്ലിക സുകുമാരനോട് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവും, ധർമ്മജൻ പൃഥ്വിരാജിൻ്റെ പേര് പറയാത്തതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ എതിർത്ത് സംസാരിച്ചതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു ധർമ്മജൻ അവിടെ പറഞ്ഞത് പൃഥ്വിരാജ് കാര്യമായിട്ടുള്ള മീറ്റിങ്ങുകൾക്കും ഒന്നും പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യവും മറ്റോ ആയിരുന്നു അന്ന് പൃഥ്വിരാജിൻ്റെ താല്പര്യമില്ലായ്മയിലേക്ക് ധർമ്മജൻ എടുത്തു കാണിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ച ചില സംഭവ വികാസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മല്ലിക സുകുമാരനോട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ മാധ്യമപ്രവർത്തകർ പോലെ ചോദിച്ചിട്ടുണ്ടാവും. അവർ പറഞ്ഞൊരു മറുപടി മാത്രമാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ കണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ പൃഥ്വിരാജ് അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് വരുന്നതിന് താല്പര്യമില്ല എന്ന് ധർമ്മജൻ പറഞ്ഞപ്പം മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്, ദുൽഖർ സൽമാനും അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് വരാറില്ലല്ലോ, അതുപോലെ ധർമ്മജൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രമേഷ് പിഷാരടി പോലും വരാറില്ലായിരുന്നു, ഇപ്പം മമ്മൂക്കായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്താണ് ഇപ്പം പിഷാരടി വരാൻ തുടങ്ങിയത് എന്നൊക്കെ മല്ലിക സുകുമാരൻ പറഞ്ഞതായിട്ട് ഒരിടത്ത് വായിക്കാനിടയായി. ഞാനത് അത്തരത്തിലുള്ളൊരു വീഡിയോ അല്ല ഞാൻ കണ്ടത്, ഞാനത് വായിക്കാനിടയായി. അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മല്ലിക സുകുമാരൻ എന്തിനാണ് ദുൽഖർ സൽമാൻ്റെ പേരവിടെ വലിച്ചഴക്കുന്നത്? പൃഥ്വിരാജിനെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബദൽ എന്നുള്ള രീതിയിലാണോ ദുൽഖർ സൽമാനെ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. മല്ലിക സുകുമാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുൽഖർ സൽമാൻ അമ്മ സംഘടനയുടെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നുണ്ടാവില്ല, സമ്മതിച്ചു. അതോടൊപ്പം അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുൽഖർ സൽമാൻ്റെ പേര് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും ചർച്ചയിൽ ദുൽഖർ സൽമാൻ്റെ പേര് കടന്നു വന്നില്ല എന്നുള്ളതാണ്. അതായത് സിനിമാ സംബന്ധമായിട്ടുള്ള ആരെങ്കിലും ദുൽഖറിന് അത്തരമുള്ള സംഘടനയുടെ ഒരു ഭാരവാഹിയായിട്ടിരിക്കാൻ താല്പര്യമില്ല. കാര്യം അദ്ദേഹം ഇവിടെ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ അധിക സമയവും തെലുങ്കാനയിലും, അതായത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായിട്ടും അതുപോലെ തമിഴ്നാട്ടിലും അതുപോലെ ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തും ഓടി നടന്ന് സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നടക്കുന്ന ആളാണ് അദ്ദേഹം. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള, അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ തിരക്കുള്ള ഒരാളാണ്. ആ ദുൽഖർ സൽമാൻ്റെ പേര് ഒരു ചർച്ചയിലും കടന്നു വന്നില്ല. അപ്പോൾ പിന്നെ ദുൽഖർ സൽമാൻ അമ്മ മീറ്റിങ്ങിന് വരുന്നില്ലല്ലോ, പിന്നെ പൃഥ്വിരാജിന് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് വരുന്നില്ല എന്ന് മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ പേര് ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജിൻ്റെ പേര് ഉയർത്തി കാണിക്കാൻ കുറേ ആൾക്കാർ ശ്രമിച്ചതുകൊണ്ടാണ്. അത്തരത്തിലുള്ളൊരു ഉയർത്തിക്കാണിപ്പ് ദുൽഖറിൻ്റെ പേരിനകത്ത് ഉണ്ടായില്ല ആരുടെ ഭാഗത്തുനിന്നും. അതുകൊണ്ട് ദുൽഖർ സൽമാൻ വരാത്തതും ദുൽഖർ സൽമാൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തിന് അതിനകത്ത് വലിച്ചടക്കേണ്ടെന്ന യാതൊരുവിധ കാര്യമില്ല. അമ്മ സംഘടനയുടെ ഒരു മീറ്റിങ്ങിനും വരാതിരിക്കുകയും എന്നിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജിൻ്റെ പേര് ചില ആൾക്കാർ കൊണ്ടുവരികയും ചെയ്തതുകൊണ്ടാണ് അവിടെ പൃഥ്വിരാജ് വേണ്ട, കുഞ്ചാക്കോവൻ മതി എന്നുള്ള രീതിയിൽ ധർമ്മജന് പറയേണ്ടി വന്നത്. ഇനി മല്ലിക സുകുമാരൻ പറഞ്ഞതിനകത്ത് ബാക്കി കുറച്ച് കാര്യങ്ങളോട് എനിക്ക് വായിക്കാൻ ഇടയായത്, അവർ പറയുന്നതെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് സിനിമാ സംബന്ധമായിട്ടുള്ള വലിയ തിരക്കിലാണ്. ധർമ്മജനെ സംബന്ധിച്ചിടത്തോളം ധർമ്മജന് പ്രോഗ്രാമുകൾ കിട്ടുകയാണെങ്കിൽ ധർമ്മജൻ അമ്മയുടെ മീറ്റിങ്ങിന് പങ്കെടുക്കുമോ? അത്തരത്തിലുള്ള പ്രോഗ്രാം ഇല്ലാത്ത സമയത്തല്ല ധർമ്മജൻ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലും മല്ലിക സുകുമാരൻ പറഞ്ഞതായിട്ട് എനിക്ക് വായിക്കാനിടയായി.
അങ്ങനെയാണെങ്കിൽ അതായത് ഞാൻ ആ വായിച്ചതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, അത് ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം മമ്മൂക്കയും ലാലേട്ടനും നമ്മൾ കുറച്ചുകൂടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചൊറി കുത്തി വീട്ടിലിരിക്കുന്ന രണ്ട് ആൾക്കാരാണോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. സിനിമാ സംബന്ധമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുൽഖർ സൽമാനെ പോലുള്ള ആൾക്കാർ കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള വളരെയേറെ തിരക്കിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്യുകയും പുതിയ പുതിയ സിനിമകളുടെ കഥകൾ കേൾക്കുകയും അങ്ങനെ അതുപോലെ ഒരുപാട് മേഖലകൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചെയർമാൻ എന്നുള്ള കൈരളി ചാനലിലെ ചെയർമാൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനത്തിൻ്റെ പുറത്തും ഒക്കെ ഒരു സെക്കൻഡ് പോലും സമയം പാഴാക്കാൻ ഇല്ലാത്ത മമ്മൂക്കയും അതേ തിരക്കിൽ ഏതാണ്ട് ഓടി നടക്കുന്ന ലാലേട്ടനും ഒക്കെ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് വരുന്നത് അവർക്ക് വേറെ ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ചൊറിയും കുത്തിയിരിക്കുന്നത് കൊണ്ടല്ല അവരാരും വരുന്നത്. അവരുടെയൊക്കെ തിരക്ക് മാറ്റി വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ മല്ലിക സുകുമാരൻ പറഞ്ഞതിനകത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ളത് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിൻ്റെ പേര് അവിടെ വലിച്ചെടുക്കേണ്ടെന്ന യാതൊരുവിധ കാര്യങ്ങളുമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ മല്ലിക സുകുമാരൻ്റെ മകനായ പൃഥ്വിരാജിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന കണക്ക് ദുൽഖർ സൽമാൻ്റെ പേര് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത ദുൽഖറിൻ്റെ പേര് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത പൃഥ്വിരാജിനോടൊപ്പം വലിച്ചിടേണ്ടെന്ന കാര്യമില്ല. രണ്ട്, ധർമ്മജനെ പോലെ പ്രോഗ്രാം ഇല്ലാത്ത സമയത്തല്ല ആരും സംഘടനയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത്. മല്ലിക സുകുമാരൻ കൃത്യമായിട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ അവർക്കറിയാം. ഇപ്പോൾ അവിടെ പങ്കെടുക്കുന്ന മമ്മൂക്കയായാലും ലാലേട്ടനായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജയറാം വരികയാണെങ്കിൽ ജയറാം ആണെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ പങ്കെടുത്ത സമയത്ത് സുരേഷ് ഗോപി ആണെങ്കിലും ഇനി അതല്ല അവിടെ പങ്കെടുക്കുന്ന മുകേഷിനെയും സിദ്ദിഖിനെയും അല്ലെങ്കിൽ അങ്ങനെ നിരവധി ആൾക്കാരും ചെറുതും വലുതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഓരോ സിനിമയായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും ഈ പറഞ്ഞ കണക്ക് അമ്മ സംഘടനയുടെ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ജനറൽ ബോഡി ആണെങ്കിൽ ജനറൽ ബോഡി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവർ ആ ഷൂട്ടിംഗ് ലൊക്കേഷനോടെ ഒരു താൽക്കാലികമായിട്ടൊരു അവധി എടുത്തിട്ടാണ് അവരെല്ലാവരും അത്തരത്തിലുള്ളൊരു മീറ്റിങ്ങിന് വരുന്നത്. അല്ലാതെ പൃഥ്വിരാജ് തിരക്കിൽ നിൽക്കുന്നത് കൊണ്ടും മമ്മൂക്കയും ലാലേട്ടനും ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നത് കൊണ്ടും അല്ല അവരാരും അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതെന്ന് മല്ലിക സുകുമാരൻ അതൊന്നും മനസ്സിലാക്കിയേ കൊള്ളാം. അതുപോലെ ദുൽഖർ സൽമാൻ്റെ പേര് പൃഥ്വിരാജിനോടൊപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞ് കേട്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ രണ്ടുപേരും മീറ്റിങ്ങിന് പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ഒരാളുടെ പേര് നമുക്ക് എടുത്തു പറയാം. അത് ദുൽഖർ സൽമാൻ്റെ തന്നെ പേര് എടുത്തു പറഞ്ഞത് എന്താണെന്ന് എനിക്കവിടെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരാൾ ചോദിക്കുമ്പം ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അതായത് അവർ അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച ചോദ്യത്തിന് അല്ല വ്യക്തമായിട്ടുള്ള മറുപടി അല്ല അവർ പറഞ്ഞത്. ഇല്ല ആരുടെയോ ഒക്കെ പേര് എവിടേക്കോ വലിച്ചഴക്കണമെന്ന് വിചാരിച്ച് ദുൽഖർ സൽമാൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല. ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊന്നും ചില യുവതാരങ്ങളൊന്നും ഇതിനകത്ത് പങ്കെടുക്കാറില്ല. ഇപ്പം അപൂർവം ചില ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ടൊവിനോ തോമസിനെ പോലെയോ അല്ലെങ്കിൽ നിവിൻ പോളിയെ പോലെയോ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ എത്തണമെന്ന് കരുതിയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഒക്കെ പലരും ഇവരൊക്കെ മത്സരിക്കുന്നതോ എത്തുന്നതോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ല. എന്നാൽ സഹകരിക്കുന്ന എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്ന ചില ആൾക്കാർ ഇതിൻ്റെ തുടക്കം മാത്രം കേട്ടിട്ട് ഇതിൻ്റെ താഴെ വന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യരുത്. അതായത് മൊത്തം ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ കമൻറ്റുമായിട്ട് എൻ്റെ താഴെ വരാവുള്ളൂ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. താങ്ക് യു.